പറയുന്ന ആൾക്ക് ഒരു വട എപ്പം കിട്ടും കേട്ടോ. ഇതാണ് സമൂസ. ആർക്കാണ് ഞാൻ ഓലകളെ അതിൻ്റെ ദ്രവ്യത്തിന് അതാണ് പഞ്ചഭൂതത്തിൽ പറഞ്ഞ് ഭൂമി എന്ന് പറഞ്ഞാൽ അതൊരു ഖരമാണ്, ജലം എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്, വായു എന്ന് പറഞ്ഞാൽ വാതകമാണ്. അപ്പം ഈ പഞ്ചഭൂതത്തിൽ പറഞ്ഞ 3 സാധനം നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നു. പിന്നെ ഊർജം, രണ്ടാമത്തത് ഊർജമാണ്. 3 സ്ഥലം, കാലം. സ്ഥലം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞത് സ്പേസിനെ കുറിച്ചാണ്. പഞ്ചഭൂതത്തിൽ സാറൊക്കെ പറഞ്ഞതുണ്ടല്ലേ, അതാണ് ഹൈഡ്രോളിക്. ഓക്കെ ഓക്കെ. അപ്പം എന്നാല് നമ്മളൊരു വെള്ളം എടുക്കുന്നു. ഊർജ സംരക്ഷണ ദിനം എന്ന് പറഞ്ഞാൽ അതിന് 4 മാനങ്ങളുണ്ട്. അതിനൊരു സാമൂഹിക മാനമുണ്ട്, അതിനൊരു ശാസ്ത്രീയ മാനമുണ്ട്, അതിനൊരു പ്രാപഞ്ചിക മാനമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ മാനവുമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം സാമൂഹിക മാനം എന്ന് പറയുമ്പോൾ ഇപ്പം വൈദ്യുതിയെക്കുറിച്ചും ഊർജത്തെക്കുറിച്ചും വളരെ ചർച്ച നടക്കുന്നൊരു മേഖലയാണ്. എവിടെ പോയാലും വൈദ്യുതിയെക്കുറിച്ച് സംസാരിക്കും. എന്താണ് കാരണം എന്ന് കുട്ടികൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വൈദ്യുതി ബില്ല് കൂട്ടിയിട്ടുണ്ട് അല്ല, ആരാ അറിയോ? വൈദ്യുതിൻ്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടോ? എന്താണ് കൂട്ടാൻ കാരണം എന്നറിയോ നിങ്ങൾക്ക്? അപ്പൊ എത്ര കൂട്ടിയെന്നറിയോ? എത്ര പൈസ കൂട്ടിയെന്നറിയോ? 16 പൈസ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 16 പൈസ കൂട്ടുക എന്ന് പറഞ്ഞാല് അത് ഒരു യൂണിറ്റിനാണ്. അപ്പൊ അത് കൂട്ടുന്നതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ചർച്ചാ വിഷയ തർക്കങ്ങളും റോഡിലൊക്കെ സമരങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ ആഴ്ച ജിയോക്കാര് മൊബൈലിലെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. അതിന് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു? ആരുടെങ്കിലും? തേങ്ങക്ക് നല്ല പൈസ കൂട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലേ. തേങ്ങക്ക് കൂട്ടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വെളിച്ചെണ്ണ കൂട്ടിയ പ്രശ്നമാണ് അല്ലേ. അപ്പൊ പൈസ കൂട്ടുക എന്നുള്ളത്, ചാർജ് കൂടുക എന്നുള്ളത് ഒരു ആഗോള പ്രതിഭാസമാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഡെയിലി പണിക്കാർക്കൊക്കെ വർദ്ധിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി, അതിൻ്റെ ആളുകൾക്കുള്ള സാലറി കൊടുക്കാൻ വേണ്ടി ഒരുപാട് പൈസ ചെലവ് അഡീഷണൽ വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും പൈസ ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് അവർക്ക് വലിയ ലാഭമുണ്ട്. നിങ്ങളോട് അവർ പൈസ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് അവർ പറയുന്നത് എന്താ അറിയോ? വൈദ്യുതിയുടെ ഉപയോഗം കുറക്കണം, വൈദ്യുതി ഉപയോഗിക്കാൻ പാടില്ല, സ്വിച്ച് ഓഫ് ചെയ്യണം എന്നാണ് പറയാറ്. അങ്ങനല്ലേ പ്രശാന്ത് സാർ ഇവിടുന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒരു കച്ചവടക്കാരന് ഒരു കച്ചവടത്തിന്റെ ഉൽപാദനങ്ങൾ നടത്തുമ്പോൾ ആ സാധനം ഉപയോഗിക്കരുതെന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും ബിസിനസ്സുകാരെ കുടുംബത്തിൽ നിന്ന് വരുന്നവരുണ്ടോ? കച്ചവടക്കാരുടെ ഏതെങ്കിലും കുടുംബക്കാര്? ഒരാൾ പറയും, ഏതെങ്കിലും കച്ചവടക്കാരെ, എന്തെങ്കിലും കച്ചവടം. മോളെ വീട്ടിലുള്ള ബന്ധുക്കളുണ്ട്, മോളെ എന്താണ് പറയൂ? അതെ, കച്ചവടക്കാരാണ്. എന്താ? അതെ അതെ, എന്താണ് കച്ചവടം? വീക്കോ സ്റ്റോറിന്റെ ഉടമസ്ഥനാണ് ഇരിക്കുന്നത്. ആ വീക്കോ സ്റ്റോറിന് ഉടമസ്ഥൻ പറയാണ്, മനുഷ്യന്മാരെ, വീക്കോ സ്റ്റോറിൽ വന്ന് സാധനങ്ങൾ നിങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീക്കോ സ്റ്റോറുകാരൻ പറയുക എന്താ വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും മികച്ച സാധനം ഈ കടയിലുണ്ട്, എന്ത് വേണമെങ്കിലും വരൂ, ഇവിടുന്ന് വാങ്ങൂ എന്നല്ലേ പറയാ. ഞാൻ വരുന്ന വഴിക്ക് മൈജിയുടെ ഒരു ഷോറൂം കണ്ടു ഇരുന്ന വടകരയിൽ. മൈജിക്കാർ പറയുന്നത് ഏറ്റവും നല്ല മൊബൈൽ ഫോണുകൾ ഇവിടെ ഉണ്ട്, എല്ലാവരും അത് വാങ്ങി ഉപയോഗിക്കുക എന്നാ പറഞ്ഞത്. അല്ല, എല്ലാ കച്ചവടക്കാരും അങ്ങനെ പറയുന്നത്. വീക്കോ സ്റ്റോറും അങ്ങനല്ലേ പറയുന്നത്? അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നല്ലേ പറയുന്നത്. എന്നാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നത് എന്താണെന്നറിയോ? മനുഷ്യന്മാരെ, നിങ്ങൾ ഈ സാധനത്തിൻ്റെ ഉപയോഗം കുറക്കണമെന്നാണ്. അതെന്തായിരിക്കും അവരങ്ങനെ പറയാൻ കാരണം? അറിയോ? ആർക്കെങ്കിലും അറിയോ കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം
3 രൂപയുള്ളത് നമ്മളിപ്പോൾ 3.16 രൂപയാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പൈസ കൂടിക്കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് 3 രൂപയുള്ള നിങ്ങൾ 1 രൂപ കുറച്ചാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്, കേരളത്തിലെ ഇന്ത്യയിലെ ഊർജ വിഭാഗത്തിന് 12 രൂപയാണ് ലാഭം. 3 രൂപ നിങ്ങൾ ചെലവാക്കുന്നത് കുറച്ച് നിങ്ങൾ 2 രൂപയാക്കിയാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് എത്ര ലാഭം? 12 രൂപ. എന്താ എങ്ങനെ പറയാൻ കാരണം? അതെന്താ കാരണം? അങ്ങനെ ഉണ്ടാവോ? നിങ്ങൾ ഉപയോഗിച്ചാൽ അവർക്ക് ലാഭമല്ലേ ഉണ്ടാവേണ്ടത്? അതെന്താ കാരണം? അവര് നിങ്ങൾക്ക് കറണ്ട് തരുന്നത് സ്റ്റേറ്റ് കിട്ടുന്ന 12 രൂപക്ക് വാങ്ങിയിട്ട് 3 രൂപക്ക് തരികയാണ്. ബാക്കി 9 രൂപ അവർ സ്വന്തം കീശയിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അവർ നിങ്ങളോട് സ്വിച്ച് ഓഫ് ആക്കാൻ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. സ്നേഹം കൊണ്ടല്ല എന്നല്ലട്ടോ പറയുന്നത്. കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സ്ഥാപനമാണ് കേരള ഊർജ വകുപ്പും കേരള ഗവൺമെൻറ്റും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലെ വൈദ്യുതി പ്രവർത്തിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഫാന് കറങ്ങാൻ വേണ്ടി, വീട്ടുപകരണങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് 12 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിയിട്ട് 3 രൂപയ്ക്ക് നിങ്ങൾ തരികയാണ് ചെയ്യുന്നത്. 12 രൂപ എല്ലാ സമയത്തും 12 രൂപ അല്ല കേട്ടോ. രാത്രി സമയത്ത് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിന് പ്രത്യേക പേരുണ്ട്. സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പേര്? പറയോ. ഒരു പ്രത്യേക പേരുണ്ട് അതിന്. എന്താ പേര്? വൈദ്യുതി. നമ്മൾ വൈദ്യുതിക്ക് മാത്രമല്ല ഏത് കാര്യത്തിനും പറയുന്ന സാധനമാണ്. ഒരു പ്രത്യേക അവറിന് പറയും. എന്താ പറഞ്ഞാൽ പറയല്ല, 6 മണി മുതൽ 10 മണി വരെയുള്ള ഒരു നിശ്ചിത സമയത്തിന് നമ്മൾ പറയും പീക്ക് അവർ എന്ന് കേട്ടിട്ടുണ്ടോ? പീക്ക് അവർ. പീക്ക് അവർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയം. ഈ പീക്ക് അവറിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? 6 മണിക്കല്ലേ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കുന്നത്? എങ്ങനെ സ്വിച്ച് ഓൺ ആക്കുന്നതാണല്ലേ? ശരിയാണ്. 6 മണിക്കല്ലേ നമുക്ക് വീട്ടിൽ വെളിച്ചം കത്തിക്കുന്നത്? അപ്പോൾ എല്ലാവരും വീട്ടിൽ വെളിച്ചം കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വൈദ്യുതിയുടെ ഉപയോഗം വളരെ കൂടും. അപ്പോൾ നമുക്ക് കേരളത്തിലെ, ഞാനൊരു ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരനാണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വൈദ്യുതി കണ്ടുപിടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം നമ്മളിപ്പം ഇവിടെ വൈദ്യുതി ഒരുപാട് കണ്ടുപിടിച്ച് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ആവശ്യത്തിന് തികയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുറമേ നിന്നും വാങ്ങുകയാണ്. അധികം പൈസ കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ആ വാങ്ങുന്ന വൈദ്യുതിയാണ് നിങ്ങൾക്ക് വില കുറച്ച് തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് എന്ത് പറയുന്നത്? വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്നത്. അത് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ 6 മണി സമയത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കേണ്ടത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു ഭൂമിയുടെ നിലനിൽപ്പുമായി, നമ്മുടെ ജീവന്റെ നിലനിൽപ്പുമായി ഈ വൈദ്യുതിയുടെ ഉപയോഗത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ 4 എണ്ണമാണ്. ആർക്കെങ്കിലും അറിയാമോ? പ്രപഞ്ചത്തിൻ്റെ പടച്ച തമ്പുരാന് ഈ ഭൂമി സൃഷ്ടിച്ച അടിസ്ഥാന ഘടകങ്ങൾ ആർക്കെങ്കിലും അറിയാമോ? പ്രായമുള്ള ആളുകൾ പറയും പഞ്ചഭൂതങ്ങൾ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്താ ഈ പഞ്ചഭൂതം? പഞ്ചഭൂതം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരവും ഭൂമിയും പ്രപഞ്ചം സൃഷ്ടിച്ചത്. അവർ പറയും ശരീരം സൃഷ്ടിച്ചത്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഈ 5 ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അത് പ്രായമുള്ള ആളുകൾ പറയുന്ന ഒരു സങ്കല്പമാണ്. നമ്മൾ സയൻസ് പറയുന്നത് പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് 4 ഘടകങ്ങളാണ്. അത് ദ്രവ്യം, ഊർജം, സ്ഥലം, കാലം. ഈ 4 സാധനങ്ങളാണ്. ഇത് പഞ്ചഭൂതങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതിനാണ് പഞ്ചഭൂതങ്ങളിൽ അവരെ പറഞ്ഞ 3 കാര്യങ്ങൾ. ഭൂമി, ജലം, വായു, ഈ 3 സാധനം കൂടി ചേർത്ത് നമ്മൾ ശാസ്ത്രം എന്ത് പറഞ്ഞു? ദ്രവ്യം എന്ന് പറഞ്ഞു. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിന് 3 അവസ്ഥകളാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ദ്രവ്യത്തിന് 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥ. ഇത് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം? മലയാളം മീഡിയം. അപ്പം മലയാളത്തിൽ ചോദിക്കാമല്ലേ? ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥയുണ്ട്. അടുത്ത പരീക്ഷകളിൽ ചോദ്യമാണ്. ഏതൊക്കെയാണത്? ദ്രാവകം ഒരാൾ പറഞ്ഞു. പിന്നെ ഒന്ന് ദ്രാവകം, പിന്നെ ഖരം, പിന്നെ വാതകം. അതന്നെ ദ്രവ്യത്തിൻ്റെ അതാണ് പഞ്ചഭൂതത്തിൽ പറഞ്ഞ്. ഭൂമി എന്ന് പറഞ്ഞാൽ അതൊരു ഖരമാണ്. ജലം എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്. വായു എന്ന് പറഞ്ഞാൽ വാതകമാണ്.
അപ്പം ഈ പഞ്ചഭൂതത്തിൽ പറഞ്ഞ 3 സാധനം നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നു. പിന്നെ ഊർജം, രണ്ടാമത്തത് ഊർജമാണ്. 3 സ്ഥലം, കാലം. സ്ഥലം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞത് സ്പേസിനെ കുറിച്ചാണ്. പഞ്ചഭൂതത്തിൽ ആകാശം എന്ന് പറഞ്ഞത് സ്പേസിനെ കുറിച്ചാണ്. 4മത്തത് ടൈം അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ ശാസ്ത്രം ടൈം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളെ കൊണ്ടാണ് ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ മുഴുവൻ സാധനങ്ങളും ഇതിപ്പോൾ ഈ വസ്തുവിനെ കുറിച്ച് പറയും. ഇതൊരു മൈക്കിൻ്റെ ക്യാബിനാണ്, അതൊരു ഖര പദാർത്ഥമാണ്. അത് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇല്ലേ? ഒരു സ്പേസ് വേണ്ടത് നിൽക്കാൻ വേണ്ടിയിട്ട്? വേണ്ടല്ലോ, വേണം. അതാണ് സ്പേസ് എന്ന് പറയുന്നത്, ദ്രവ്യം, സ്ഥലം. പിന്നെന്താ ഉള്ളത്? ഒരു സമയത്ത് ഇന്നലെ വൈകുന്നേരം ഇതോടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ട്. ആർക്കും ഓർമ്മ ഉണ്ടോ? ഇന്നലെ ഇതോടെ ആയിരുന്നു? ഓഫീസ് റൂമിലായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ചൊരു സമയമുണ്ട്, അതാണ് ഈ സമയം എന്ന് പറയുന്നത്. പിന്നെ 4മത്തെ കാര്യമാണ് ഊർജം. ആ ഊർജത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഊർജം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജത്തിൻ്റെ എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അറിയോ നിങ്ങൾക്ക്? വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? ഒരു ക്വിസ് മത്സരമാണ്. ഉത്തരം അറിയുന്നവർക്ക് എന്താ കൊടുക്കണ്ടേ? ഒരു സമൂസ. ഞങ്ങൾ സ്ഥിരമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്ന പരിപാടി, സാറെ കാര്യം ഇവിടെ പറഞ്ഞതെന്നറിയില്ല, ഞങ്ങൾ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഒരു സെറ്റപ്പ് നമ്മളില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും ശരിത്തരം പറയുന്നവർക്ക് സമൂസ കുറച്ചുകൂടെ ഉണ്ട് അല്ലേ? നമ്മൾ കൊടുത്തൂടെ? അപ്പോൾ പറയില്ലേ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്? വെള്ളത്തിൽ അണക്കെട്ടിൽ നിറയെ വൈദ്യുതി ഉണ്ട് അല്ലേ? എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്? അണക്കെട്ടിലൂടെയാണ്. ആരാ പറഞ്ഞ അണക്കെട്ടെന്ന്? യെസ്, കൊടുകൈ. അണക്കെട്ടിൽ നിറയെ നമ്മളിപ്പോൾ ഒരു പുഴയുടെ കൂടെ കുറേ വൈദ്യുതി ഒഴുകി വരുന്നുണ്ടാവും. അതിൻ്റെ പുറകെ അണ കെട്ടി എന്ത് ചെയ്യും? വൈദ്യുതി ഇങ്ങോട്ട് ശേഖരിക്കും, ഒരു ബക്കറ്റിൽ കോരി. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ബക്കറ്റിൽ പറ്റില്ല. വലിയ എന്തെല്ലാം കോരുക? ഒരു കറണ്ടിന് എടുത്താൽ കോരാൻ കിട്ടും അല്ലേ? ഇത് കറക്റ്റാണല്ലോ. ടർബൈൻ പറയൂ. ടർബൈൻ കറക്കിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലചക്രമാണ്. ജലചക്രം. ഓക്കെ, ഇനിയുമുണ്ട്. ഇനി അങ്ങോട്ട് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് വൈദ്യുതി? ജലചക്രം എടുത്ത് ഞാനിങ്ങനെ കറക്കിയാൽ വൈദ്യുതി ഉണ്ടാകുമോ? വെള്ളം വേണം. വൈദ്യുതിക്ക് വെള്ളം വേണം. ഒരു വെള്ളം എടുക്കുന്നോ, ജലചക്രം എടുക്കുന്നോ, എന്ന് കറക്കിയാൽ കറണ്ട് ഇവിടെ കിട്ടും അല്ലേ? പൈപ്പ് വേണം. സാറേ ഇവർക്കെല്ലാം അറിയാം. ഒരു പൈപ്പ് സാറൊക്കെ പറഞ്ഞതുണ്ടല്ലേ? അതാണ് ഹൈഡ്രോളിക്. ഓക്കെ. അപ്പൊ എന്നാല് നമ്മളൊരു വെള്ളം എടുക്കുന്നു, ടാപ്പ് എടുക്കുന്നു, വെള്ളം കറക്കിയാൽ കറണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റൂ അല്ലേ? നല്ല പവറിൽ കൊടുത്താലേ വെള്ളം കിട്ടും, ശരിയല്ലേ? എന്നാൽ ഞാനിപ്പോൾ ഒരു ബക്കറ്റിൽ നല്ല പവറിൽ വെള്ളം എടുക്കുകയാണ്, എന്നിട്ട് ഷീ എന്ന് പറഞ്ഞിട്ട് പട്ടിയാൽ വെള്ളം കറണ്ട് കിട്ടും, ശരിയല്ലേ? ടർബൈൻ എന്ന് വെച്ചാൽ ഒരു പങ്കാന്നല്ല ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുള്ളിൽ കൂടി വെള്ളമായിട്ട് കറക്കിയാൽ കറണ്ട് വരും, ശരിയല്ലേ? അവിടെ പിടി. ജനറേറ്റർ അവിടെ പിടി. എന്താണ് സാധനം? ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ജനറേറ്റ് കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം. ഇതിൽ എങ്ങനെയാണ് കറണ്ട് ആവുന്നത്, എങ്ങനെയാണ് വൈദ്യുതി ആവുന്നതാണ് എനിക്കറിയേണ്ടത്. അതെങ്ങനെയാ? എന്തോന്നുണ്ട്? നമ്മളിപ്പോൾ വെള്ളം കുറേ എടുത്ത് ഒരു അണക്കെട്ടിൽ കുറേ വെള്ളമായിട്ട് വെച്ചാൽ വൈദ്യുതി ആകുമോ? ഇതിപ്പോ രാസോർജം. സമൂസ ഇപ്പൊ നമ്മൾ തന്നെ തിന്നേണ്ടി തോന്നുന്നു സാറേ. എന്തോർജം പറയും? ശരിയാണ്. സ്ഥിരമായിട്ടുള്ള ഒരു ഊർജ്ജമാണ്. പക്ഷെ അത് ഊർജ്ജമാക്കി മാറ്റുന്നത് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാട്ടോ. നമ്മളിപ്പോൾ അണ കെട്ടിയിട്ട് പിന്നെ അതിന് മലയാള ഒരു പേരുണ്ടല്ലോ, എത്ര ഊർജ്ജങ്ങളുള്ളത്? സ്ഥാനികോർജം, ഗതികോ പറയൂ. സ്ഥാനികോർജം, വൈദ്യുതിയോർജം, നമ്മളിപ്പോൾ അവിടെ കണക്ട് ചെയ്യുന്ന എന്ത് ഊർജ്ജമാണ്? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? സ്ഥാനികോർജം. അത് കഴിഞ്ഞിട്ട് നമ്മളത് വൈദ്യുതാക്കുവാൻ വേണ്ടി ഒരു ശാസ്ത്രജ്ഞനുണ്ട് അയാൾ കണ്ടുപിടിച്ച ഒരു തിയറി ഉണ്ട്. ആ തിയറിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാണ്ട് വെള്ളത്തിലേക്ക് പങ്ക കറക്കിയാലൊന്നും കറണ്ട് വരില്ല. അതെന്താണ് സാധനം? ആ ശാസ്ത്രജ്ഞന്റെ പേരറിയോ? ഐസക് ന്യൂട്ടൻ ആണോ വൈദ്യുതി കണ്ടുപിടിച്ചത്?
ആരാ കണ്ടുപിടിച്ച്? ആരാണ്? മൈക്കൽ ഫാരഡെ കേട്ടുണ്ടോ? കേട്ടുണ്ടോ? കാന്തം എന്നൊരു സാധനം കേട്ടുണ്ടോ നിങ്ങൾ? കാന്തവും വൈദ്യുമുള്ളൊരു ബന്ധം അറിയാം നിങ്ങൾക്ക്? ആ, നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്കുള്ള മാർക്കായിട്ട് അവിടെ വരും. നിങ്ങൾ വിചാരിക്കണം എന്ന് പറഞ്ഞ് വെറുതെ പോയെന്നല്ല. പരീക്ഷ കഴിഞ്ഞോ? ആ, പരീക്ഷയ്ക്കുള്ള മാർക്കുള്ള ചോദ്യമാണ്. കാന്തവും വൈദ്യുവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ഒരു കാന്തത്തിൻ്റെ ഇടയിലൂടെ ഇരുമ്പ് കമ്പിച്ചുരുളിട്ട് ഇളക്കിയാൽ എന്ത് സംഭവിക്കും? വൈദ്യുതി കണ്ടുപിടിക്കും, വൈദ്യുതി ഉണ്ടാകും, ഇല്ലേ? നമ്മളിപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ കമ്പിച്ചുരുട്ട് ഇളക്കാൻ നമുക്ക് ആർക്കോ പറ്റുമോ? ഒരു കാന്തത്തിനിടെ 24 മണിക്കൂർ കമ്പിയിട്ട് ഇളക്കാൻ നമുക്ക് ആർക്കോ പറ്റുമോ? അത് ഇളക്കാനിപ്പം മനുഷ്യന്മാരെ കൊണ്ട് കഴിയില്ല. വേറെ യന്ത്രം ഉണ്ടെങ്കിൽ അതിന് യന്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് വേണ്ടി വരും? ഊർജം വേണ്ടി വരും. അപ്പോൾ ഒരു വെള്ളം മുകളിൽ ഒരുപാട് കെട്ടിച്ചാൽ, വെള്ളം കൊണ്ട് ചാടിച്ചാൽ ഇവിടുന്ന് ആ മോൻ പറഞ്ഞ് ജലചക്രം ഇട്ടാൽ ട്രെന്ന് കറങ്ങും, അല്ലേ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? ആരാ പറഞ്ഞ ഇല്ലാന്ന്? ഇല്ലാന്ന് പറഞ്ഞു. എങ്ങനെ കറങ്ങി? എന്താ സംഭവിക്കാം? ഈ ജലചക്രത്തിൽ നമ്മളെ വെള്ളം എങ്ങനെ ചാടിച്ചാൽ എന്താ സംഭവിക്കുക? പറയോ? കറങ്ങും. ആ കറങ്ങുന്നതിനിടയിൽ നമ്മൾ ഇരുമ്പ് കമ്പിച്ചുരുൾ കെട്ടിയാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാന്തം വെച്ചാൽ എന്ത് ഉപയോഗിക്കും? കറണ്ട്. അതാണ് സംഭവിക്കുന്നത്. സൈക്കിൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാമെന്നറിയില്ല. സൈക്കിൾ മുതൽ ഡയനാമോ എന്നൊരു സാധനം വെക്കാറുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലൈറ്റ് കത്തിക്കാൻ. ഇപ്പം ഇല്ലല്ലേ? ഇപ്പം നമ്മൾ ആ സൈക്കിൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇല്ല. ആ ഡയനാമിനുള്ളിൽ ഇതേ പ്രവർത്തനമുണ്ട്. ഡയനാമിൽ പങ്ക കറക്കുമ്പോൾ ചക്രം ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഉള്ളിലൊരു കാന്തമുണ്ട്, കമ്പിച്ചുരുളുണ്ട്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വൈദ്യുതി ഉണ്ട്, ലൈറ്റ് കത്തും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പവർ ഹൗസിൽ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിലൊക്കെ നടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഈ സാധനം കറക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. വെള്ളവും കറണ്ടായിട്ട് യാതൊരു ബന്ധമില്ല. വെള്ളത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? കാറ്റ് നല്ല കാറ്റുള്ള അടുത്ത് പോയി പങ്ക വെച്ചാൽ അത് കറങ്ങും. അതിൻ്റെ ഇടയിൽ കമ്പിച്ചുള്ളിൽ കെട്ടിക്കൊടുക്കിയാൽ എന്ത് സംഭവിക്കും? വൈദ്യുതി ഉണ്ടാകും. ഇനി തിരങ്ങനെ വെറുതെ അളിക്കൊണ്ടിരിക്കല്ലേ, അവിടെ പോയിട്ട് കമ്പിച്ചുരുൾ വെച്ചാലും സ്ഥിരം മെക്കാനിസം ഉണ്ട്, അത് വെച്ചാലും വൈദ്യുതി ഉണ്ടാകും, ഇല്ലേ? ഇങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വൈദ്യുതിക്ക് ഒരു പരിധിയുണ്ട്. കേരളത്തിലിപ്പോൾ വലിയ ഡാമുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലം മുങ്ങിപ്പോകും, ഇല്ലേ? അപ്പം അതുകൊണ്ട് സമൂസ കൂടുതലുണ്ട് കേട്ടോ. പോയി വൈദ്യുതി ഒരുപാടുണ്ട്. നമുക്കിന്നുള്ള വൈദ്യുതിക്ക് ഒരു പരിധിയുണ്ട്. ലോകത്തെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ശുദ്ധമായ വൈദ്യുതി 20% ഉള്ളൂ. ബാക്കി 80% വൈദ്യുതി എന്താണെന്നറിയോ? ഫോസിൽ ഫ്യൂവൽ കൊണ്ട്, ഫോസിൽ ഫ്യൂവൽ കത്തിച്ചുകൊണ്ടുണ്ടാക്കുന്ന വൈദ്യുതിയാണ്. ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിമാനത്തിൻ്റെ ഏവിയേഷൻ, അതും ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. അത് ഏറ്റവും ശുദ്ധമായ നല്ല ഫ്യൂവലാണ്. പക്ഷെ അല്ലാതെ ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത് പെട്രോളിയം അങ്ങനെ സാധനം നിന്നും കുഴിച്ചെടുത്തുന്ന പെട്രോളിയം, മണ്ണെണ്ണ, ഡീസൽ ഇതെല്ലാം കൂടി ചേർന്ന സാധനത്തിൻ്റെ പേരാണ് ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ല്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവികൾ മണ്ണിനടിയിൽ പോയി അവിടെ കിടന്ന് ഭൂമിയുടെ അടിയിലുണ്ട്. അവിടെ കിടന്ന് ജീർണിച്ച് അത് ഒരു ഊർജ്ജരൂപമായിട്ട് പെട്രോളിയം ഉൽപ്പന്നമായിട്ട് മാറി വരുന്നുണ്ട്. ആ വന്ന സാധനം കുഴിച്ചെടുത്തിട്ട് ഇപ്പം നമ്മൾ ശുദ്ധീകരിച്ചിട്ട് പല പല ഫ്യൂവലുകളായിട്ട്, ഇന്ധനങ്ങളാക്കി മാറ്റുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഫ്യൂവലാണ് നമ്മളിപ്പോൾ ഡീസലും അങ്ങനത്തെ ഫ്യൂവലൊക്കെ കത്തിച്ചുകൊണ്ടാണ്, കൽക്കരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 80% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 20% മാത്രമേ എന്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? അപ്പോൾ ഇങ്ങനത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഭൂമിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ചെന്നൈ നഗരത്തിൽ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. മഴ പെയ്ത് ആളുകൾക്ക് അപായം സംഭവിച്ചു. കേൾക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? പത്രത്തിൽ കേട്ടില്ലേ? ഒരു 2 മാസം മുമ്പ് വയനാട്ടിലൊരു സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. കേട്ടിട്ടുണ്ടോ? എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്? 243 ആളുകൾ മരണപ്പെട്ടുപോയി. കേട്ടിട്ടുണ്ടോ? അതിനു മുമ്പ് 2018 ഒരു പ്രളയമുണ്ടായിരുന്നു. 450-ലധികം ആളുകൾ മരിച്ചുപോയി. 2004 നിങ്ങളൊക്കെ പിറക്കുന്നതിന് മുമ്പ് സുനാമി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
2,30,000 ആളുകൾ ലോകത്തുള്ള 14 രാജ്യങ്ങളിൽ നിന്നും മരിച്ചുപോയി സുനാമിയിൽ. 2004 ഞങ്ങളൊക്കെ 20 കൊല്ലം മുമ്പ് ഞങ്ങളൊക്കെ അന്ന് അതിനെ കണ്ട് പത്രത്തിലൂടെ അറിഞ്ഞ കാര്യം. നിങ്ങളിപ്പോൾ മെനാന്ന് ചൂരൽമലയിൽ നിങ്ങൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ലോകത്തിൽ അത് കേരളത്തിലും മരിച്ചിട്ടുണ്ട് ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇന്തോനേഷ്യക്കടുത്ത് ഭൂമിയുടെ അടിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് കടലിൻ്റെ അടിയിൽ ഭൂകമ്പം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? തിരമാലകൾ 30 മീറ്ററോളം ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു വന്നു. അങ്ങനെ കേരളത്തിൻ്റെ കരയിൽ വിഴിഞ്ഞം ആ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ കരയിലേക്ക് വെള്ളം കയറി മരിച്ചുപോയി. ഇതൊക്കെ സംഭവിക്കുന്നതിനുള്ളൊരു കാരണമുണ്ട്. എന്താണ് കാരണം? ഇതൊക്കെ സംഭവിക്കുന്ന 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഭൂമിയുടെ മുകളിലുള്ളതാണ്, ഒന്ന് ഭൂമിയുടെ താഴെയുള്ളതാണ്. ആഗോളതാപനം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാലാവസ്ഥാ വ്യതിയാനം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പം മഴ പെയ്തല്ലോ, കഴിഞ്ഞ ദിവസം ഇന്നലെ മുന്നാന്ന് മഴ. പണ്ടൊക്കെ കാലത്ത് ഡിസംബർ മാസങ്ങളിൽ ഞങ്ങളുടെ കാലത്തൊന്നും മഴ പെയ്യാറുണ്ടായിരുന്നില്ല. കാലാവസ്ഥ മാറി, സമയം ആഗോളതാപനം കൂടി, ഉച്ചനേരത്ത് വലിയ ചൂടാണ്. സുനാമി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഭൂമിയുടെ ആഴത്ത് പോയി ഇത്തരം ഫ്യൂവലുകൾ, ഫോസിൽ ഫ്യൂവലുകളൊക്കെ ഒരുപാട് കുഴിച്ചെടുക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഒരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടം ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചൊരു സാധനമാണ്. അടിയിൽ പോയി ഒരു കല്ലെടുത്ത് അവിടെ നിന്ന് ഒരു കല്ലുകൊണ്ട് മാന്തി എന്ന് വെക്കുക. ഒരു കല്ലുകൊണ്ട് എടുത്തു കളഞ്ഞു. ഒന്നൊന്നെടുത്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു കല്ലെന്നെടുത്താൽ ഒരു തുള കളക്കുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൂടുതൽ തുറന്നാൽ എന്ത് സംഭവിക്കും? പ്രയാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽ ഉണ്ടാക്കുവാൻ വേണ്ടി, നമ്മുടെ ശാസ്ത്രീയ പുരോഗതി ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ആഴത്ത് പോയി ഒരുപാട് ഖനികൾ, രാസവസ്തുക്കൾ, ലോഹങ്ങൾ, നാച്ചുറൽ ഗ്യാസുകൾ ഒക്കെ കുഴിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ശാസ്ത്രീയമായ രീതിയിൽ കുഴിക്കാം. അതിലപ്പുറം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഇത്തരം വിഷമങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ വെറുതെ ആരും പോയി കുഴിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഫാന് കറങ്ങണം. ഈ ഫാൻ കറങ്ങാൻ വൈദ്യുതി വേണം. വൈദ്യുതി വേണമെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുത്തേ പറ്റുള്ളൂ. നിങ്ങളിപ്പം വൈദ്യുതി ഇല്ലായിട്ട് പൈസ കൂട്ടിയിട്ട് പ്രശ്നം പറയുന്നുണ്ടല്ലോ. അപ്പോൾ വൈദ്യുതി ഇല്ല എന്നുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കി. നമ്മൾ എത്ര പൈസ കൊടുത്താലും വാങ്ങും. കാരണം അത്രയും നമ്മുടെ ജീവിതത്തിൽ വൈദ്യുതി പ്രയാസപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് നിങ്ങളോട് വൈദ്യുതി ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം, നിങ്ങൾ വൈദ്യുതി ഉപയോഗം കുറക്കുവാൻ വേണ്ടിയിട്ടാണ്. വൈദ്യുതിയുടെ ഉപയോഗം കുറക്കുവാൻ പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി. ഫോസിൽ ഇന്ധനങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം? ഭൂമിയുടെ ആഴത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുഴിച്ചെടുക്കണം, അല്ലേ? ആ കുഴിച്ചെടുക്കലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട് ഭൂമിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡും മറ്റ് ഊർജ്ജ വകുപ്പും ഒക്കെ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ്ജം ഉപയോഗം കുറക്കണമെന്ന് പറയുന്നത്. പകരം വേറൊരു തരത്തിലുള്ള ഊർജ്ജം ഉപയോഗിക്കാൻ അവർ പറയുന്നുണ്ട്. എന്താണത്? സാറിപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? എന്ത്? സൗരോർജം. പുതിയൊരു സംവിധാനമാണ് നമ്മുടെ എനർജി മാനേജ്മെൻറ്റ് സെല്ല്. സാറിപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാം വെച്ചത് തന്നെ സൗരോർജത്തിൻ്റെ ഒരു പ്രോഗ്രാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിങ്ങളോടൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ്? പുരപ്പുറ കേട്ടിട്ടുണ്ടോ? പുരപ്പുറ സൗരോർജ പദ്ധതി കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ പണ്ടൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറ് ആരായിരുന്നോ? നേരത്തെ പറഞ്ഞ ടർബൈൻ കറക്കിയ ഡാമുകൾ, സ്റ്റേഷനുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത് നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കാം, ഇല്ലേ? അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സൗരോർജ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊക്കെ തന്നെ നല്ല ശുദ്ധമായ ഊർജം ഉപയോഗിച്ചുകൊണ്ട് നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനർജി മാനേജ്മെൻറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനർജി എഫിഷ്യൻ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എനർജി മാനേജ്മെൻറ്റ് സെല്ല് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഗ്രീൻ ക്ലീൻ കേരള മിഷൻ എന്നും ഞങ്ങളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഒരു മത്സരങ്ങൾ നടത്തുന്നുണ്ട്. ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ആ മത്സരത്തിൽ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും പങ്കെടുക്കാം, നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇവിടുത്തെ പരിസ്ഥിതി കോർഡിനേറ്റർ ഉണ്ടോ? അവിടെ പരിസ്ഥിതി ഹെഡ് മാഷ്
സാറേ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മത്സരമുണ്ട് സാറേ. മത്സരത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള ഒരു 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ട്. അത് യുണൈറ്റഡ് നാഷൻസ് ജനങ്ങളോട് ചെയ്യാൻ പറഞ്ഞ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ സ്വന്തം വിദ്യാലയത്തിൽ, വീട്ടിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നടപ്പാക്കുന്നതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കുമാണ് അത് കൊടുക്കുന്നത്. ആ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എനർജി മാനേജ്മെൻറ്റ് സെല്ല് ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് അത്തരം ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെയും മറ്റു പല സ്കൂളിലും ചെയ്യുന്നുണ്ട്. സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനർജി മാനേജ്മെൻറ്റ് സെല്ലും കൂടി കഴിഞ്ഞ പ്രാവശ്യം സാർ ഇപ്പോൾ പറഞ്ഞ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തത് ആഗോളതലത്തിൽ തന്നെ യുണൈറ്റഡ് നാഷൻസിൻ്റെ സുസ്ഥിര വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സ്കൂളുകളിലും പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കത് നടപ്പിലാക്കണം. ഇനിയിപ്പം എനർജി മാനേജ്മെൻറ്റ് സെല്ല് ഊർജ്ജം കുറക്കുവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇപ്പം നിങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ട് സാറ്. ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോന്നൊന്ന് പറഞ്ഞു തരിക. എത്ര എണ്ണം ഉണ്ട് നോക്കാം അല്ലേ സാറേ? നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ട്. നിങ്ങൾ കേട്ടത് പറയോ? ഊർജ ഉപയോഗം. സാറിപ്പം ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം വെക്കുവാൻ കാരണം എനർജി ഞാൻ പറഞ്ഞല്ലോ ഉപയോഗം കുറക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ കുറച്ച് നിങ്ങൾ കേട്ടല്ലേ, സാറ് പറഞ്ഞതല്ലാതെ നിങ്ങൾ നേരത്തെ പഠിച്ചതുണ്ടാവും. എന്തൊക്കെയാണ് ഊർജത്തിൻ്റെ ഉപയോഗം കുറക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും? ആർക്കെങ്കിലും പറയും? ഓരോന്നോരോരുത്തർ പറഞ്ഞാൽ മതി. എന്താണ്? സൗരോർജം ഉപയോഗം. നല്ല പറ്റും. ആരാ പറഞ്ഞത്? പേര് പറയും. നിഫാൻ നല്ലൊരു കയ്യടി എടുക്കി. ഷിഫാൻ മതി. സൗരോർജ പദ്ധതി കൊടുക്കുവാൻ വേണ്ടി ഷിഫാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആൾ പറയൂ. ഇനി എന്താ ഉള്ളത്? ഞാൻ വരുന്നേരാരോ എന്ന് പറഞ്ഞില്ല. സാറ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു സാർ ഞാൻ വരുന്നേരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഒരു ചെയ്യാൻ പ്രതിജ്ഞ പറഞ്ഞുകൊണ്ടാണ് സാറ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്താ ചെയ്യാൻ പറഞ്ഞത്? സ്വിച്ച് ഓഫ്. ഫാൻ ആണെങ്കിലും ബൾബാണെങ്കിലും അധികമുള്ളത് അനാവശ്യമുള്ളത് എന്ന് വെച്ച് വീട്ടിൽ ആരെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് സ്വിച്ച് ഓഫ് ആക്കാൻ നിൽക്കരുത് അല്ലേ? അത് ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ ഉപയോഗം കഴിഞ്ഞാൽ നേരെ ഫാൻ ഓഫ് ആക്കുക, സ്വിച്ച് ഓഫ് ആക്കുക. ചെയ്യാറുണ്ടോ? ഉണ്ടെന്നല്ലാന്നാ പറഞ്ഞത്? ഉണ്ടെന്നല്ലേ? ഇനി ചെയ്യാം. വെരി ഗുഡ്. ഓക്കെ. പിന്നെന്താണുള്ളത്? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരുപാട് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാർ റേറ്റുള്ള ഉപകരണങ്ങളുണ്ട് ഇല്ലേ? എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജ്, മോട്ടോറ്, പിന്നെ ഫാനുകളൊക്കെ തന്നെ ഉണ്ട്. സാധനം വാങ്ങുമ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾ നോക്കി വാങ്ങുക. മൂന്നാമത്തെ പോയിന്റ് അല്ലേ? എന്താണ്? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട് ഒരു ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എർത്ത് ലീക്കേജ്. നമ്മളിപ്പം വൈദ്യുതി മീറ്ററിൽ ചാർജ് കൂട്ടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എർത്തിൽ ഒരുപാട് വെറുതെ ലീക്കേജ് ഉണ്ടാവും. നമ്മുടെ ഏതെങ്കിലും ഉപകരണങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വീട്ടിൽ എർത്ത് ലീക്കേജ് ഉണ്ടോ എന്ന് അധികം എല്ലാവരും പോയി ചെക്ക് ചെയ്യണമെന്നില്ല. മീറ്ററിൽ നിങ്ങൾക്ക് അധികം ചാർജ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എർത്തായിട്ട് ലീക്കേജ് ആയിട്ട് പോകുന്ന കാര്യം അതാണ്. പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണ്? പറയുന്ന ആൾക്ക് ഒരു വടപ്പ കിട്ടും കേട്ടോ. ഇതാണ് സമൂസ. ആർക്കാണ്? ഞാൻ ചോദിക്കട്ടെ. ഓലകളെ ഇനി ഈ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും അവരുടെ വീടിൻ്റെയോ റോഡിൻ്റെയോ അരികിൽ എവിടെയെങ്കിലും ഓലയോ മറ്റു മരച്ചില്ലുകളോ വൈദ്യുതി ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുത്തെ നിങ്ങളുടെ എനർജി സെല്ലിന് ഇവിടെ യൂണിറ്റ് ഇല്ല സാറേ, ഇവിടുത്തെ സെല്ലിൻ്റെ ആളുകളെ അറിയിക്കും. അവരെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരോട് പറയും. അവർ പോയിട്ട് എന്ത് പറയും? അത് കട്ട് ചെയ്ത് ഒഴിവാക്കും. അത് ലാഭമാണ്. വെറുതെ ലീക്കായി പോകുന്ന വൈദ്യുതി നമുക്ക് എന്ത് ചെയ്യും? കേരളത്തിന് അത് നിങ്ങൾ വെറും നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ലാഭം മാത്രമല്ല, ആഗോള താപനത്തിനെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രവർത്തനം കൂടിയാണത്. പിന്നെ അടുത്തൊരു സാധനം എന്താണ്? ഇതാ അവിടെ ഉണ്ട്, എൻ്റെ തൊട്ടടുത്തുണ്ട്. അടുത്തൊരു എന്ത് ബൾബ്? LED ബൾബ്. ഇനി എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. എല്ലാവർക്കും തരാമത്തരം പറയും. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിടിച്ചെടുത്തോളാണ്ട്. സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഓടി വന്ന് എടുത്തോളുണ്ട്. പിന്നെ LED ബൾബുകൾ ഉപയോഗിക്കാം, ശരിയല്ലേ? ഇനി അടുത്തത് വീട് നമ്മളൊക്കെ വലുതായി ജോലി കിട്ടി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആവും ഇല്ലേ? ആ സമയത്ത് നിങ്ങളൊരു വീട് വെക്കും ഇല്ലേ?
വീട് വെക്കുന്ന സന്ദർഭത്തിൽ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നല്ല കാറ്റും വെളിച്ചവുമുള്ള എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വീടായിരിക്കണം. അത് വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോഴേ നിങ്ങൾ വീടുകളൊക്കെ കാണുമ്പോൾ കാറ്റും വെളിച്ചവും ആവശ്യത്തിനുണ്ടോ? നമ്മൾ നല്ല വെളിച്ചമുള്ള വീടാണെങ്കിൽ വെറുതെ പകൽ സമയത്ത് ലൈറ്റ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിലും പകൽ സമയത്ത് ലൈറ്റ് കത്തിക്കേണ്ട ആവശ്യമില്ല, ഇല്ലാതെ തന്നെ വെളിച്ചം കിട്ടണം. കാറ്റ് നന്നായിട്ട് വരികയാണെങ്കിൽ ഫാനിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ചുറ്റും AC ഒഴിവാക്കാനുള്ള വേറൊരു മാർഗമുണ്ട്. എന്താണ്? മരങ്ങൾ. വീടിനടുത്ത് നല്ല തണൽ നൽകുന്ന മരങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? AC-യുടെ ഉപയോഗം കുറക്കുവാൻ പറ്റും. പിന്നെ വാഹനങ്ങൾ ഏത് തരത്തിലുള്ള വാഹനങ്ങൾ? ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. പിന്നെ വേറൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ നിങ്ങളൊരു സ്വന്തം കാർ ഉപയോഗിച്ച് വരുന്നതും ഒരു പബ്ലിക് ബസ് കയറി വരുന്നതായിട്ട് ഏതാണ് ലാഭകരം? പബ്ലിക് ബസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീസൽ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും, അല്ലേ? അപ്പം ഇതൊക്കെയാണ് നമുക്ക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട്, എനർജി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുള്ളത്. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എനർജി മാനേജ്മെൻറ്റ് സെല്ല് ഇവിടെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഈ സ്കൂളിലെ ഹെഡ് മാഷും നിങ്ങൾ എനർജി മാനേജ്മെൻറ്റ് സെല്ല് കോർഡിനേറ്ററും ഹരിത സെല്ലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. എത്ര കുട്ടികളുണ്ട് സാർ ഈ സ്കൂളിൽ? 52. ഈ 52 വീടുകളിലും നമ്മളൊരു ക്യാമ്പയിൻ നടത്തുന്നു, എനർജി എഫിഷ്യൻ്റ് ആയിട്ട്. നിങ്ങൾ ക്യാമ്പയിൻ നടത്തിയാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവരിലൊക്കെ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് സന്ദേശങ്ങൾ അയച്ചുകൊണ്ട് നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം. അതിൻ്റെ മെസ്സേജ് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പം സാർ ഇനി നമുക്ക് അധികം സമയമില്ലേ? വേണ്ടി സാർ? അതെ. സർ പണി ബാക്കിയുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി സാറിൻ്റെ ക്ലാസ്സുകൾ ഇനിയുമുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് എനർജി എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഓരോരുത്തർ തന്നെ സ്വന്തം എനർജി ലാഭിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് പിന്നെ ഒരാളും കൂടിയുണ്ട്. ആരാണ്? നമ്മൾ അതിജീവിക്കുന്ന ഈ ഭൂമി, ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം മുതലായ മഹാവിപത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. അതിനെല്ലാവരും സഹകരിക്കണമെന്നും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.